നമസ്കാരം. എല്ലാവർക്കും 2026 പുതുവർഷ നവവത്സര ആശംസകൾ നേരുന്നു. ഈ പുതുവർഷത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഞാനിന്ന് പറയുന്ന വിഷയം 2026 ജനുവരി മാസം, അതായത് പുതുവർഷ മാസത്തിലെ ചില നക്ഷത്രങ്ങൾക്കുണ്ടാവുന്ന ഗുണങ്ങളും ചില ദോഷാനുഭവങ്ങളും ഞാനിവിടെ സാമാന്യമായി ഗോചരപരമായി സാമാന്യമായി പറയുന്ന ഫലമാണ് ഇവിടെ പറയുന്നത്. അതായത് ഗോചരപരമായിട്ട് ഓരോരുത്തർക്കും ഉണ്ടാവുന്ന ഈ പുതുവർഷ മാസത്തിൽ ഗോചരപരമായിട്ടുണ്ടാവുന്ന സാമാന്യ ഫലം ഇവിടെ പറയുന്നത് പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര ഈ 7 നക്ഷത്രങ്ങളുടെ കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ ഇവിടെ പറയുന്നത്. പൂയം നക്ഷത്രം. ഈ പൂയം നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തികമായി മികച്ച ഒരു നല്ല മാസമാണ്. ഈ പുതുവർഷ മാസം ഇവർക്ക് വളരെ മികച്ച സമയമാണ്. ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായി ഉണ്ടാവുന്നതാണ്. ഈ മാസം ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പുതിയ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ പ്രവൃത്തിയിലൊക്കെ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്യും. ഇവരെ സംബന്ധിച്ച് വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. ഈ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ജനുവരി മാസത്തിലെ ഭാഗ്യദിനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇവരുടെ ഈ മാസത്തിലെ ഭാഗ്യദിനം 4, 11, 12, 21, 22 തീയതികൾ ഇവർക്ക് ഭാഗ്യദിനമായിരിക്കും. ദോഷദിനം. ഈ മാസത്തിലെ ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാവുന്ന ദിവസം 29, 30, 31 തീയതികൾ ഇവർക്ക് ഗുണകരമല്ല. ഇനി ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷ മാസം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായിരിക്കും. കർമ്മരംഗത്ത് ചില ദോഷാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബുദ്ധിപൂർവം കഠിനാധ്വാനം ചെയ്താൽ ഇവയെല്ലാം ഇവർക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ബുദ്ധിപൂർവം കഠിനാധ്വാനം ചെയ്താൽ ഈ ദോഷങ്ങളെല്ലാം ഇവർക്ക് മാറിക്കിട്ടുന്നതാണ്. ആരോഗ്യപരമായി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ഇവർക്ക്. ഉദരസംബന്ധമായ രോഗങ്ങൾ ഇവർക്ക് പിടിപെടാവുന്നതാണ്. ഈ മാസത്തിൽ വയറിനസുഖം ഉണ്ടാവുന്നതാണ്. അതുകൂടാതെ വീട് പണി ആരംഭിക്കാൻ കഴിയുന്നതാണ്. വീട് പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വീട് പണി തുടങ്ങാനും അല്ലെങ്കിൽ വീട് പണിത് കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാനൊക്കെയുള്ള ഒരു അവസരങ്ങൾ ഈ മാസത്തിൽ കുടുംബപരമായി വന്നു ചേരുന്നതാണ്. ഇവരുടെ ഈ ആയില്യം നക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഭാഗ്യദിനങ്ങൾ 5, 13, 14, 23, 24, 30 തീയതികൾ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഗുണകരമായ ദിവസങ്ങളാണ്. എന്നാൽ ഇവരുടെ ദോഷ ദിനങ്ങൾ 1, 2, 3 ഈ ജനുവരി 1, 2, 3 അത്ര ഗുണകരമല്ല ഇവരെ സംബന്ധിച്ച്. ഈ മകം നക്ഷത്രം. മകം നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷ മാസം കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ഇവർക്ക് ഈ മാസം അവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള കാര്യതടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന സമയമാണ്. പുതിയ കാര്യങ്ങൾക്കായി തുടക്കം കുറിക്കാനും ഇവർക്ക് സമയം നല്ലതാണ്. ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാത്ത ധനലാഭം ഇവർക്ക് ഉണ്ടാകും. ഇവർ പ്രതീക്ഷിക്കാത്ത ഒരു ധനലാഭം ഈ മാസത്തിൽ ഇവർക്ക് കൈവരുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ കുടുംബത്തില് മംഗളകർമ്മം
നടക്കാൻ, കുടുംബത്തിൽ മംഗളകർമ്മം നടന്നില്ലെങ്കിൽ തന്നെയും കുടുംബപരമായ ബന്ധപ്പെട്ട വീടുകളിൽ മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കാനും ഇവർക്ക് സാധ്യത വരുന്നതാണ്. കൂടുതലും ഇവർക്ക് അവരവരുടെ കുടുംബത്തിൽ തന്നെ മംഗളകർമ്മങ്ങൾ നടക്കാനാണ് സാധ്യത. ഏതായാലും മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ ഇവർക്ക് ഈ മാസത്തിൽ അവസരം വന്നു ചേരുന്നതാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും പ്രശസ്തിയും അംഗീകാരവും കിട്ടുന്ന മാസമാണ്. രാഷ്ട്രീയം, പൊതുപ്രവർത്തനം ഇവരെ സംബന്ധിച്ച് നല്ല പ്രശസ്തി കിട്ടുന്ന മാസമാണ്. ഇവരുടെ ഈ മകം നക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഭാഗ്യദിനങ്ങൾ 1, 6, 15, 16, 25, 26 ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഭാഗ്യ ദിവസങ്ങളായിരിക്കും. ഇവരെ സംബന്ധിച്ച് ദോഷദിനങ്ങൾ 3, 4, 5 ഈ ജനുവരി മാസത്തിലെ 3, 4, 5 തീയതികൾ ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ പൂരം നക്ഷത്രക്കാരുടെ ഈ പുതുവർഷ മാസം ഇവരെ സംബന്ധിച്ച് ആഡംബര കാര്യങ്ങൾ ഇവർക്ക് കൂടുതൽ വരുന്നതാണ്. ഇവര് ആഡംബരപരമായ കാര്യങ്ങൾ ചെയ്യും, പണം ചിലവഴിക്കും, ആഡംബര കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുകയും ചെയ്യും. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരങ്ങളും കിട്ടുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ച്. പ്രേമിക്കുന്നവരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിവാഹത്തിന് ഇവർക്ക് അനുകൂലമായ ഒരു സമയവും കൂടിയാണ്. അമിതമായ വിശ്വാസം മൂലം അബദ്ധം പറ്റാനും ഇവർക്ക് ഇടയുണ്ട് ഈ മാസം. അതായത് കൂടുതൽ ആത്മവിശ്വാസം കാണിച്ചാൽ ചില കാര്യത്തിൽ അതിൽ അബദ്ധം സംഭവിക്കാനും ഇവർക്ക് സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് ഈ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചുള്ള ഭാഗ്യദിനം 2, 7, 17, 18, 27, 28 തീയതികൾ ഇവരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ദിവസങ്ങളാണ്. ഇവരുടെ ദോഷദിനങ്ങൾ 5, 6, 8 ഈ ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ച് ദോഷാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് ഈ മാസം നേട്ടങ്ങൾ, അതായത് ഈ പുതുവർഷ മാസം ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. മുതിർന്നവരുടെ സഹായം ഇവർക്ക് കിട്ടും, നേട്ടങ്ങൾ ഉണ്ടാവും, മുതിർന്നവരുടെ സഹായം കിട്ടും. ദാമ്പത്യപരമായി സുഖകരമായ ഒരു അവസ്ഥയും ഇവർക്ക് ഈ മാസം ഉണ്ടാവുന്നതാണ്. വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാഹനം വാങ്ങാനായിട്ടുള്ള സാധ്യതയും ഈ മാസം വന്നു ചേരുന്നതാണ്. തർക്കം പരിഹരിക്കാനും ഇവർക്ക് സാധിക്കും. ആരോടെങ്കിലും തർക്കങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇവർക്കുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് പരിഹരിക്കാൻ ഈ മാസത്തിൽ ഇവർക്ക് കഴിയുന്നതാണ്. ഇവരെ സംബന്ധിച്ച് ഈ ഉത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരുടെ ഭാഗ്യ ദിവസങ്ങൾ 3, 8, 9, 19, 20, 29 തീയതികൾ ഇവരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഭാഗ്യ ദിവസങ്ങളാണ്. ഇവരുടെ ദോഷ ദിവസങ്ങൾ 7, 10 ഈ ദിവസങ്ങൾ, ഈ 2 ദിവസങ്ങൾ 7-ാം തീയതിയും 10-ാം തീയതിയും ഇവർക്ക് ദോഷാനുഭവങ്ങൾ കൂടുതൽ വരുന്നതാണ്. ഇത് സൂക്ഷിക്കുന്നത്, ഈ ഡേറ്റ് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇനി അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭാഗ്യമുള്ള മാസമാണ്. ഇവരെ സംബന്ധിച്ച് ഈ മാസം, ഈ പുതുവർഷം ഭാഗ്യത്തിന്റെ മാസമാണ്. വിദേശയോഗം കാണുന്നുണ്ട്. വിദേശയാത്ര സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നവർക്ക്, വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അതിനുള്ള അവസരങ്ങൾ വരാവുന്നതാണ്. ജോലിയിൽ സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു മാസമാണ് ഇവർക്ക്. നിക്ഷേപങ്ങളിൽ നിന്നും സാമ്പത്തികമായി ഗുണം കിട്ടുന്ന സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള മറ്റു പുരോഗതികളും ഈ അത്തം നക്ഷത്രക്കാർക്ക് ഈ മാസം ഉണ്ടാവുന്നതാണ്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഈ
അത്തം നക്ഷത്രക്കാരുടെ ഭാഗ്യദിനങ്ങൾ 4, 10, 11, 21, 22, 30 തീയതികൾ ഇവർക്ക് ഭാഗ്യ ദിവസങ്ങളായിരിക്കും. ഇവരെ സംബന്ധിച്ചുള്ള ദോഷ ദിവസം 5, 9, 12 തീയതികൾ ഇവർക്ക് ഗുണകരമല്ല. ഇനി ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷ മാസം പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ സാധിക്കും. തീരുമാനങ്ങൾ ധൈര്യപൂർവം ഇവർ നടപ്പാക്കുകയും ചെയ്യും. എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചവർ ഈ മാസത്തിൽ അത് ധൈര്യപൂർവം ചെയ്യാനും ഇവർക്ക് അവസരം വന്നു ചേരും. സഹോദര തർക്കം തീരും. സഹോദരങ്ങളുമായി ഏതെങ്കിലും വിധത്തിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങൾ പറഞ്ഞു തീരുന്ന സമയമാണ് ഇവർക്ക്. ഈ മാസം ഇവർ അഗ്നി, ആയുധം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. അഗ്നി, ആയുധം എന്നിവ ഇവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇവരുടെ ഭാഗ്യദിനങ്ങൾ, ഈ ചിത്തിര നക്ഷത്രക്കാരുടെ ഭാഗ്യദിനം 5, 12, 13, 13 കഴിഞ്ഞ 23, 24, 31 ഈ തീയതികൾ ഇവർക്ക് ഭാഗ്യ ദിവസങ്ങളായിരിക്കും. ഇവരുടെ ദോഷ ദിവസം 11, 14, 17 തീയതികൾ ഇവർക്ക് ദോഷാനുഭവങ്ങളും ഉണ്ടാവുന്നതാണ്. അപ്പോൾ പൂയം മുതൽ ചിത്തിര വരെയുള്ള ഈ നക്ഷത്രക്കാരുടെ പുതുവർഷമാസ ഫലമാണ് സാമാന്യമായി ഇവർക്കുണ്ടാവുന്ന സാമാന്യമായ ഒരു ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.